പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പൈസയെല്ലാം ലഭിച്ചതിനെ തുടർന്ന് പുതിയൊരു കാർ എടുക്കാനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോകുകയാണ് ശ്രുതിയും ശ്രുതിയും. ഷോറൂമിൽ വന്ന് ഒരു കാർ സെലക്ട് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ ഇതിനിടയിലാണ് സച്ചി അവിടേക്ക് തൻ്റെ ഒരു കസ്റ്റമറെയും കൂട്ടിക്കൊണ്ടുവരുന്നത്. അയാൾ അവിടെ വെച്ച് കാറ് നോക്കിയതിനെ തുടർന്ന് ശ്രുതിയും സെലക്ട് ചെയ്ത കാറാണ് അയാൾക്ക് ഇഷ്ടമാകുന്നത്. ഇത് മതി. അയ്യോ സാർ, ഇത് വേറൊരാൾ ബുക്ക് ചെയ്തു പോയല്ലോ. ആണോ? ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. ആരാ അത്? അവർ അപ്പുറത്തുണ്ട് സാർ എന്ന് പറഞ്ഞ് സച്ചിയെ കൊണ്ടുപോയതിനെ തുടർന്ന് ശ്രുതിയെയും കാണാനിടയാവുകയാണ് സച്ചി. ആ, നീ ആയിരുന്നോ? എടാ, ആ കാറൊന്ന് വിട്ടുകൊടുക്കണേ. എൻ്റെ ഒരു സാറിന് ആ കാർ ഇഷ്ടപ്പെട്ടു. ഇല്ല, അത് ഞങ്ങൾ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്തതല്ലേ, ഞങ്ങൾ എന്തിനെ വിട്ടുകൊടുക്കണം? ശ്രുതി ചോദിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് സച്ചി. അല്ലടാ അത്. അപ്പോഴേക്കും മാനേജർ വരികയാണ്. ആ കാറ് കിട്ടില്ല, ഞങ്ങളുടെ മെയിൻ കസ്റ്റമറാണ് സച്ചി. സച്ചിക്ക് ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ ഒരു കാറില്ല ഇവിടെ. ഇതോടെ വാശിയോടെ സച്ചിയെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ശ്രുതി. വീട്ടിൽ വന്നതിനെ തുടർന്ന് ശ്രുതി ഈ കാര്യം അമ്മയോട് പറയുകയും ചെയ്യുന്നു. ഇതോടെ സച്ചിയെ വഴക്ക് പറയാനായി അവർ എത്തുകയായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.